മുസ്ലിങ്ങൾക്ക് എതിരെ ആരും സംസാരിക്കുന്നില്ല. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഒരുമിച്ച് പോകുന്ന ഒരു മതേതരത്വ ഇന്ത്യ തന്നെയാണ് ആവശ്യം. പക്ഷേ ഹമാസ് എന്ന് പറയുന്ന പുഴുത്ത് ചാകേണ്ട, പുഴുത്ത് ചാകേണ്ട കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ഒരു ദാർശന്യവും ഇല്ലാതെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ മനസ്സ് കാണിക്കുന്ന, നരകത്തിൽ പോലും ഇവനെയൊക്കെ കയറ്റാൻ കൊള്ളാത്ത ഹമാസിന്റെ ഹിസ്ബുള്ളയുടെ നേതാക്കൾക്ക് ജയ് വിളിക്കുന്ന ഇവനെ പോലുള്ള അല്ലെങ്കിൽ ഇവരെ പോലുള്ള ഈ മത തീവ്രവാദികൾക്ക് ഒരു രാജ്യവും വിസ കൊടുക്കില്ല. ഞാനിത് ആലോചിച്ചു. നമ്മുടെ നാട്ടില് അതായത് ബീഫ് തിന്നു കഴിഞ്ഞാൽ കൊല്ലുന്ന, ബീഫ് വീട്ടിൽ വെച്ചാൽ വീട്ട് തകർക്കുന്ന, മുസ്ലിമിന്റെ പേര് വന്ന ബലാത്സംഗം ചെയ്യുന്ന, ക്രിസ്ത്യന്റെ പേര് വന്നു കഴിഞ്ഞാൽ 2-3 പെണ്ണുങ്ങളെ ഉടുത്ത ഡ്രസ്സ് അയച്ചിട്ട് റോട്ടുമക്കൂടെ ഓടിക്കുന്ന മണിപ്പൂരിലെ സകലമാന പരമനാറി ചെറ്റ സംഖ്യകളും ജിപ്പോ പറഞ്ഞ പോലെ പുഴുത്തരിച്ച സംഖ്യ ബാണങ്ങള്, നാറികള്, നായിന്റെ മക്കള്, ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യ നാട്ടിൽ നിന്ന് അങ്ങോട്ട് തുടച്ചു നീക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത്. അതാണ് ജയശ്രീരാം വിളിച്ചിട്ടില്ലേ കൊന്നു കളയും. മുസ്ലിം മതം ക്രിസ്ത്യൻ മതം പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെ കഴുത്തറുത്ത് കളയും. മുസ്ലിം പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ബലാത്സംഗം ചെയ്ത് കളയും. ബീഫ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അവന്റെ കൈയും കണ്ണ് കുത്തി അവന്റെ ജീവൻ എടുത്ത് കളയും. ഇത്തരത്തിലുള്ള പുഴുത്ത നാറികളായിട്ടുള്ള ചെറ്റ RSSകാർ അല്ലെങ്കിൽ ഈ ചെറ്റ സംഖ്യകളെ കാണുമ്പോൾ തോന്നുന്ന അതേ വികാരം നീ ഇപ്പൊ പറഞ്ഞ പോലെ എനിക്കും തോന്നി എൻ്റെ ഡയലോഗ് കേട്ടപ്പോൾ. കുറ്റാണോ? ഇല്ലല്ലോ അല്ലേ? ഇത് തന്നെ.